സുനിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്നാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് എനിക്കറിയില്ല. കാരണം എൻ്റെ കുട്ടീസും ഉണർന്നിരിക്കുകയാണ്. അപ്പുറം അമ്മയുടെ കൂടെ കളിക്കുന്നുണ്ട്. അവരെപ്പോഴാ കരയുന്നേ പിടിക്കുന്നേ ഒന്നും എനിക്കറിഞ്ഞൂടാ. അവർ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ സൈഡാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കിച്ചണിലാണ് കേട്ടോ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ കുക്കിങ്ങും പരിപാടികളൊന്നും അധികമില്ല, അതിനുള്ള സമയമില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ല പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ട്വിൻസൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അന്നേരം തൊട്ടേ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കിച്ചണിൽ കയറി. അല്ലെങ്കിലും വലുതായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ എൻ്റെ അമ്മ കുക്കിങ്, അവിടെയാണെങ്കിൽ വിവ്യാക്കിൻ്റെ അമ്മ, അവർ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മൾ സൈഡ് പണി വല്ലതും ചെയ്തു കൊടുക്കും. അപ്പം ഞാൻ ആകെ അടുക്കളയിൽ കയറുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്കില്ല എന്തെങ്കിലും സെറ്റാക്കാനായിരിക്കും, കുറുക്കോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ഞാൻ അടുക്കളയിൽ കയറാറുള്ളത് ഇപ്പം. അപ്പോൾ അത് ഞാൻ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്, എവിടെയുള്ളത് അവിടെയുള്ളത്. അതേപോലെ കുഞ്ഞൊക്കെ കൊടുക്കാൻ വേണ്ടി പയറും കഞ്ഞി ആക്കാൻ പോവാം ഞാനിപ്പം. പയറും കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കിടന്ന് തള്ളുന്നത് അമ്മ അപ്പുറം ഇരുന്നൊരു കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. അമ്മേനെ അവരെന്താക്കി വെച്ചു എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കത് അവരുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ അവരിത് എവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, രണ്ടാളിതാ അമ്മ കളിപ്പിക്കുക രണ്ടാളി. പോക്കിരികളാണ് കേട്ടാ, പറയാതിരിക്കാൻ പറ്റില്ല. അതാ ഭയങ്കര പോക്കിരികളാണ്. ഉറക്കമില്ല, ഒന്നുമില്ല. രാവും ഉറക്കില്ല, പകലും ഉറക്കില്ല. രാത്രിക്ക് വലിയ കുഴപ്പമില്ല, പകലും ഉറക്കം തീരെയില്ല. ഇതെന്താ ഇവക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കരച്ചിൽ കൂടുതലാണ് എടുക്കാൻ വേണ്ടിയിട്ട്. കിടന്നു കളിയൊക്കെ വളരെ കുറവാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം എടുക്കണം. അത് കണ്ട 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 കുഞ്ചുറു, കുഞ്ചുറു. ഇതാ നമ്മൾ ഉണ്ടൂസ് നല്ല ബിസിയാണ്. എന്ത് കിട്ടിയാലും വായിലാന്ന് കേട്ടാ. ഉണ്ടൂസേ ഉണ്ടു അമ്മയുടെ ഉണ്ട് മുളത്ത് ഉണ്ടൂസേ ഉണ്ടു. കുഞ്ചുറു നിനക്കൊന്ന് കിടന്ന് കളിച്ചുവിടണേ. കിടന്ന് കളിച്ചുവിട് കുഞ്ചുറു, ഒന്ന് കിടന്ന് കളിച്ചിടാ. അമ്മയുടെ ഉണ്ട് മുളത്ത്, അമ്മയുടെ ഉണ്ട് മുളത്ത്. അപ്പം നമ്മൾ ഉണ്ടൂസ് നല്ല കളിയിലാണ്. അപ്പം ഇവരെ കളിപ്പാട്ട് ഇതൊക്കെയാണ് കേട്ടാ, കിലിക്കും കാര്യങ്ങളൊക്കെ. ഇതാ ഇപ്പം തന്നെ ഒരുപാടുണ്ട്. ഇനി അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. കുറച്ചിങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട്, ഇവരധികം കളിക്കാത്ത കുറേ സൈസിൽ കിലുക്കിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പാവ. ഇവരെ ഫേവറേറ്റ് ഏതാണെന്നറിയാം? ഇവരെ ഫേവറേറ്റ് കുലുക്ക ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. കാരണം ഇവരെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്നാണല്ലോ. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണ്. ഇത് ഇപ്പോൾ ഉണ്ടൂസിൻ്റെ കയ്യിലാണെങ്കിൽ കുഞ്ചുറു എത്ര അറ്റത്താണെങ്കിലും ഓടിച്ചാടി വരും. കണ്ട കുഞ്ചുറു ഇത് കാണുമ്പോൾ കണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അത് കറക്റ്റ് വായിൽ പോകുമല്ലോ. ഇതാണ് പരിപാടി. അതിപ്പോൾ ഉണ്ടൂസിൻ്റെ കയ്യിലാണെങ്കിൽ കുഞ്ചുറു അങ്ങ് അറ്റത്തുനിന്ന് ഉരുണ്ട് പെരണ്ട് വരും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഉണ്ടു എന്നാ പണിയെടുക്കുന്നേ ഉണ്ടൂസേ? ഇതാ നമ്മളെ കുഞ്ചുറു ഡാൻസ് കളിക്കുന്ന കേട്ടാ. കുഞ്ചുറു ഡാൻസ് കളിച്ചേ, ഒന്ന് ഡാൻസ് കളിച്ചടാ. ഇതാണ് നമ്മളെ കുഞ്ചുറുവിൻ്റെ ഡാൻസ്. ഓ ഒച്ചപ്പാടാണ് ഇവർ രണ്ടാളും ഒരുമിച്ചുണ്ടെങ്കിൽ. ഇപ്പം ഇവർക്ക് 9 മാസം സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. 8 മാസം പൂർത്തിയായി 9-ാം മാസം സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ ഇവർക്ക്. ഇതുവരെ മുട്ടുകുത്തി ഉരുളാനൊന്നും തുടങ്ങിയിട്ടില്ല. കുഞ്ചുറു ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ മുട്ട് കുത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ കഞ്ഞിയും പയറും സെറ്റായും തോന്നണം. 5 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ട്വിൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡെലിവറിക്ക് ശേഷമുള്ള അവരുടെ ജേണി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുറത്താരോ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയേക്കാണേ. അപ്പോൾ ഇതാ ഇവരുടെ ഒറ്റക്ക് കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ. അയ്യോ എന്താ കുഞ്ചുറു ഇതാരാ തന്നെ നിനക്ക്? അതെടുത്തൂടാ ചേച്ചി. ഇതുണ്ടോ, ഇത് വായിൽ വെച്ച് ചപ്പുന്ന ഉണ്ടായിരുന്നു. നീല സാധനങ്ങളൊന്നും കയ്യിൽ കളിക്കാൻ കൊടുക്കാറില്ല. ഞാനിപ്പോൾ അവിടെ കുടഞ്ഞിട്ടെടുത്തുനിന്ന് ഉരുണ്ട് പോയിട്ട് എടുത്തതായിരിക്കും ഇത്. അമ്മ കണ്ടിട്ടുണ്ടാവില്ല.
ഇവർ കിലിക്കും കൊണ്ട് കിലിക്കുന്ന സൗണ്ടാണ് കേട്ടോ ഇടയിൽ കേൾക്കണത്. ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ടാവും കേൾക്കുന്നവർക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഒച്ചപ്പാടും ബഹളമാണ് എപ്പോഴും. നമുക്കിപ്പോൾ രാവിലെ ആവുന്നത് രാത്രി ആവുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. ആദ്യത്തെ മാസങ്ങളിൽ നമ്മൾ വിചാരിച്ചു ഒന്ന് കിടന്ന് കളിക്കാറായിരുന്നെങ്കിലെന്ന്. ഇപ്പോൾ കിടന്ന് കളിക്കാറായപ്പോഴാണ് ശരിക്കിതാ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഒരാൾ കമിയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ തലയുടെ മുകളിലേക്കോ മേത്തേക്കോ ആയിരിക്കും. മെയിനായിട്ട് കുഞ്ചുറുവാണ് ഇതിൻ്റെയൊക്കെ ആള്. കുരുത്തക്കേടിൻ്റെ ഉസ്താദ് കുഞ്ചുറുവാണ്. ഉണ്ടൂസ് അത്ര കുഴപ്പമില്ല എന്നാലും, പക്ഷേ കുഞ്ചുറു എന്ന് വെച്ചാൽ ഒന്നും ചെയ്യില്ല. ഉണ്ടൂസിനെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും അവളുടെ അടുത്തേക്ക് പോകും. പക്ഷേ ഉണ്ടൂസിനെ കുഞ്ചുറുവിനെ ഭയങ്കര പേടിയാണ്. അവൾ കയ്യിൽ കിട്ടുന്ന സാധനം എടുത്തിട്ട് അവക്കിട്ട് കൊടുക്കും. ഉണ്ടൂസാണ് കൂടുതലും ചെയ്യുന്ന ആൾ. പക്ഷേ ഉണ്ടൂസ് ഓളെ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ നോക്കുകയൊന്നുമില്ല. ഇതാ അങ്ങോട്ട് പോയി തല്ലെരന്ന് വാങ്ങുന്ന ആൾ ഇവളാണ്, കുഞ്ഞൂസ്. അമ്മേൻ്റെ ഉണ്ട് മുളത്ത് അമ്മേരും ഉണ്ട് മുള്ളാന്ന്. ഉണ്ട് മുള്ള വറക്കാനും പറയുന്നത് കേട്ടാ. നമ്മൾ കഞ്ഞി സെറ്റായിട്ടുണ്ട്. അതിനകത്ത് 2 കഷ്ണം ഉപ്പും എല്ലാം ഒക്കെ ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കാറുള്ളത്. കുറച്ച് പാത്രം കഴുകാനായിട്ടുണ്ട്. അതൊന്ന് തണിയാൻ വെച്ചിട്ടുള്ളത്. തണിയാണ്ട് മിക്സിയിലിട്ട് അടിക്കാൻ കഴിയില്ലല്ലോ. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് ചായ വെക്കാം. ചായ വെച്ച് വെക്കാനേ ഉള്ളൂ. കുടിക്കലൊക്കെ എപ്പോഴൊക്കെയോ ആണ്. വെള്ളം അവിടെ നിന്ന് തിളക്കട്ടെ, അപ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചിട്ടുണ്ട്. ഇതാ ഇത്ര പോലെ ജസ്റ്റ് ഒന്ന് അരക്കുകയുള്ളൂ. ഇതിൻ്റെ സ്പൂണിൽ കോരി കൊടുക്കാറാണ് പതിവ്. അപ്പം നമ്മൾ ചായ, കട്ടൻ ചായ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചായയൊക്കെ കുടിക്കലൊക്കെ എപ്പോഴൊക്കെയോ ആണ്. 7 മണി 7:30 ആവും നമ്മളെ ചായ കുടിയൊക്കെ. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് കുറുക്കൊക്കെ കൊടുത്ത് അവരെ കരച്ചിലൊക്കെ മാറ്റി ഒന്നും കൂടി ഒരു ഉറക്കമൊക്കെ ഉണ്ട് അവർക്കിനി. അതൊക്കെ കഴിഞ്ഞൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു ടൈം ആവും. അപ്പോൾ അവർ നല്ല കരച്ചിൽ കരഞ്ഞു. അമ്മ 2 ആളെയും എടുത്തിരുതാ പുറത്തുനിന്ന് വണ്ടി ഉരുട്ടുക. ഭയങ്കര സൗണ്ടാണ് കേട്ടോ ആ വണ്ടിയുടേത്. ഉണ്ട് സേ ഉണ്ടോ കുഞ്ചുറു? ഉണ്ട് സേ വണ്ടി ഓടിക്കണ്ട. ആഹാ അമ്മയുടെ വൈകുന്നേരമായുള്ള പണി, മെയിൻ പരിപാടി ഇതാ. വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പോൾ അവർ ഈ വണ്ടിയിലേക്കൊരു പ്രത്യേക നോട്ടമുണ്ട്. എന്ന് പരിപാടി അപ്പുഷേ? അപ്പു ഒന്ന് വർത്താനം പറഞ്ഞേ. ഓ അപ്പുഷേ ഒന്ന് വർത്താനം പറഞ്ഞിടാ. ഉണ്ടോ ഉണ്ടോ? അപ്പോൾ വണ്ടി ഓടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മയും ഉണ്ടൂസും കൂടെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഈ വണ്ടി ഉരുട്ടുമ്പോൾ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അമ്മയും ഉണ്ടൂസും കൂടി വിളക്ക് കത്തിച്ചു. 6:30 കഴിഞ്ഞു കേട്ടോ ഇവിടെ സമയം. അപ്പോൾ അവർ വിളക്കൊക്കെ കത്തിച്ചു. വാ കുഞ്ചുറു നമുക്ക് പോവാം, നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് വിളക്കൊക്കെ കത്തിച്ചു, തമ്പാച്ചീനെയൊക്കെ പ്രാർത്ഥിച്ച് കുറുക്കൊക്കെ കുടിക്കണ്ടേ, കഞ്ഞിയും പയറും കുടിക്കണ്ടേ കുഞ്ചുറു? കുഞ്ഞുസേ കുഞ്ഞുസേ നമുക്ക് പോയി തമ്പാച്ചീനെല്ലാം പ്രാർത്ഥിച്ച് കഞ്ഞിയും പയറും കുടിക്കല്ലേ. ബാ മതി വണ്ടി ഓടിച്ചെന്ന്, ബാക്കി നാളെ. വിളക്കൊക്കെ കത്തിച്ചു. ഇതാണ് കേട്ടോ നമ്മളെ പൂജാമുറി. നമുക്ക് കഞ്ഞിയും പയറും കുടിക്കാം. കുഞ്ഞൂസിനെ വേണ്ട, കുഞ്ഞൂസിനെ വേണ്ട. അപ്പം നമുക്ക് കുഞ്ഞൂസിന് ഫസ്റ്റ് കൊടുക്കാം അല്ലേ? അതാണ് ഒരു ടാസ്ക്. ഇവർക്ക് കുറുക്ക് കൊടുക്കുന്നത് ഭയങ്കര മടിയാണ് കുടിക്കാൻ. അപ്പോൾ കഞ്ഞിയും പയറും റെഡി ആയിട്ടുണ്ട്, കൊടുക്കാൻ ഞാനും റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞൂസ് മാത്രം റെഡി ആയിട്ടില്ല കുടിക്കാൻ. അവർക്ക് മനസ്സിലായി ഞാൻ കഞ്ഞിയും പയറും ഒക്കെ കൊടുക്കാൻ പോകുന്നത്. ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു. അത് അമ്മ കിട്ടിയ ഗ്യാപ്പിൽ എന്നിട്ട് ഐസും തിന്നുന്നുണ്ട്. ഫസ്റ്റ് കൊടുക്കാൻ നമ്മൾ കുഞ്ചുറുവിനെ സെലക്ട് ചെയ്തിട്ടില്ലേ, കാരണം കുഞ്ചുറു പിന്നെയും കുറച്ച് വേഗം കുടിക്കും. ഈ ഉണ്ടൂസ് കുടിക്കാൻ ഭയങ്കര മടിയാണ്.
അവൾ വായിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും കുറേ നേരം. അതുകൊണ്ട് ഉണ്ടൂസിന് സെക്കൻഡേ കൊടുക്കുന്നുള്ളൂ ഇന്ന്. കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് ശംഖ് വിളിക്കുന്നത്. ശംഖല്ല, പീപ്പിളി വിളിക്കുന്ന അമ്മമ്മ കുഞ്ചുറ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ പല നാടകങ്ങളും കളിച്ചിട്ട് വേണം ഒന്ന് ഇവരെ കുടിപ്പിക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ഒരു വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ ആകുന്നതും വൈകുന്നേരം ആകുന്നതും രാത്രി ആകുന്നതും നമ്മൾ അറിയാറില്ല. ഇവർ രണ്ടുപേരും ഒന്ന് ഇതൊക്കെ കുടിപ്പിച്ച് വരുമ്പോഴത്തേനും ഞാനൊരു സൈഡാകും, അവരെ കളിപ്പിക്കുന്ന അമ്മയും ഒരു സൈഡാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടായോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.